മോൻസി, എനിക്ക് അവളെ നന്നായിട്ടറിയാം. നോക്കിക്കോ, ഇന്ന് വൈകുന്നതിന് മുമ്പ് അവൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വരും. എൻ്റെ മുമ്പിൽ വന്ന് സറണ്ടർ ചെയ്യുകയും ചെയ്യും. അവൾ കാല് പിടിച്ച് റിക്വസ്റ്റും ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങളെ ഈ ഋഷിയുടെ കൺട്രോളില്ല. എന്താ സതീശ? ആലത്തൂയ മീറ്റിംഗ് 12-ാം തീയതി അല്ലേ? മിനിസ്റ്ററുടെ ഡേറ്റ് കൺഫേം ആണോ? എങ്കിൽ ആദ്യം അത് കൺഫേം ചെയ്യും. റവന്യൂ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് കോടനാട് കേസ് സഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണെന്നോ? സതീശ, അത് സഭയിൽ ആൻസർ എഴുതി കൊടുത്തതല്ലേ? മറുപടിയേക്കാൻ പ്രതിപക്ഷം നിന്നില്ലല്ലോ, ഇറങ്ങി പോക്കല്ലായിരുന്നു. എന്തായാലും ഒന്ന് അന്വേഷിച്ചേ. ഓക്കെ എന്നാ. ഓക്കെ. എന്താ ഈ കോടനാടിന്റെ കാര്യം പറഞ്ഞത്? കോടനാട് കേസേ അവർ വിട്ടിട്ടില്ല. അത് കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. ആ KGS വെറുതെ ഇരിക്കത്തില്ല. മോൻസി, കോടനാട് കേസോ എന്ത് വേണേലും പൊങ്ങിക്കോട്ടെ, അതിപ്പോ നമ്മുടെ വിഷയമല്ല. ഒരർത്ഥത്തിൽ ആ കേസ് പൊങ്ങി വരുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമില്ലേ? KGSന്റെ ഫോക്കസ് അങ്ങോട്ടേക്ക് പോകുമല്ലോ. നമ്മുടെ പരീക്ഷാ കേസ് അപ്പോൾ അതിലങ്ങ് മുങ്ങും. ആ, എന്താ മമ്മി? അതെ, KGS ഈവനിങ്സ് തുടങ്ങി. നീ നോക്കിയോ? ഇല്ല മമ്മി, ഇന്നാണോ? ആ, തുടങ്ങി. എന്താ മമ്മി, വല്ല പ്രശ്നമുണ്ടോ? ആ, പ്രശ്നമാ മോനെ, നീ ഒന്ന് കണ്ടു നോക്ക്. ആ, ഞാൻ നോക്കാം മമ്മി. നീ ഇപ്പൊ എവിടെയാ മോനെ? ഞാനിപ്പോ MLA അടുത്താ. കുഴപ്പമാണോ മമ്മി? കുറച്ച് കുഴപ്പത്തിലാണെന്നാ തോന്നുന്നേ മോനെ. നീയേ MLAയോട് കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചേക്കണം. അവരുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണ്ടി വരും. ആ ആ, ഞാൻ വിളിക്കാം. ശരി. അതെ, KGS ഈവൻസിലെ അയാളെന്തോ ഇഷ്യൂസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു നാട്, ഒരു ജനത, ഒരു സംസ്കാരം, ഒരേ സ്വപ്നം. അത് തന്നെയാണ് KGS ഈവനിങ്സിന്റെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും. പക്ഷേ ആ ചിന്തകളെയെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ ഭരണകൂടമാണെങ്കിലും കോർപ്പറേറ്റുകളാണെങ്കിലും ഉദ്യോഗസ്ഥ വൃന്ദമാണെങ്കിലും സാധാരണക്കാരനെ വട്ടം ചുറ്റിക്കുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈനംദിനം വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള എത്രയോ വാർത്തകൾ. ആ വാർത്തകളിലേക്ക് നയിക്കുന്ന സത്യത്തിന്റെ വെളിച്ചമായി മാറുകയാണ് KGS ഈവനിങ്സ്. കഴിഞ്ഞ ലക്കത്തിലൂടെ ഞങ്ങൾ തുടങ്ങിവെച്ച ചില സത്യങ്ങളുടെ വെളിച്ചം ഓരോ സാധാരണക്കാരിലേക്കും അവന്റെ ചിന്തകളിലേക്കും എത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി ഇടപെട്ട മരട് കേസ് ഉൾപ്പെടെ കടന്നുകയറ്റത്തിന്റെ അതിക്രമത്തിന്റെ കഥകൾ പുറത്തു വരുമ്പോൾ ഉൾക്കിടലത്തോടെ പിന്മാറാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ പല ഭൂമാഫികളും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേറ്റുകളും. KGS ഈവനിങ്സ് അതിന്റെ തുടക്കമായിരിക്കുകയാണ്. നമ്മുടെ ഈ മൂവ്മെന്റിനെ തടസ്സം വയ്ക്കാൻ നിരവധി ബാഹ്യശക്തികൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമില്ലെന്ന്. കോടനാട് കേസാ. കോടനാട് കേസ് വാർത്തകൾ നിറയുമ്പോൾ ഗവൺമെന്റും നഗരസഭയും ഉൾപ്പെടെയുള്ളവർ ഒന്നുകൂടെ നോക്കാം, വേറെ എന്തെങ്കിലും റെഫറൻസ് പറയുന്നുണ്ടോന്ന്. നീ ഇങ്ങനെ പേടിക്കാതെ, ഇതാ കണ്ട കോടനാട് കേസ് തന്നെ. ഓരോ വാക്കിലും 100 അർത്ഥങ്ങൾ ഒളിപ്പിച്ചേക്കുന്ന ആളാ. ഓ, നീ ഒന്ന് അടങ്ങേ. സുപ്രീം കോടതി ഇടപെട്ട മരട് കേസ് ഉൾപ്പെടെ കടന്നുകയറ്റത്തിന്റെ അതിക്രമത്തിന്റെ കഥകൾ പുറത്തു വരുമ്പോൾ ഉൾക്കിടലത്തോടെ പിന്മാറാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ പല ഭൂമാഫികളും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേറ്റുകളും. KGS ഈവനിങ്സ് അതിന്റെ തുടക്കമായിരിക്കുകയാണ്. നമ്മുടെ ഈ മൂവ്മെന്റിനെ തടസ്സം വയ്ക്കാൻ നിരവധി ബാഹ്യശക്തികൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിനെയൊക്കെ ചവിട്ടിപ്പതിച്ച് KGS അതിന്റെ യാത്ര തുടരുകയാണ്. 3 ദശാബ്ദക്കാലത്തോളം ദുബായിൽ ബിസിനസ്സുകാരനായിരുന്ന പാലിയേക്കൽ ലാസർ മകൻ വിൻസെന്റ് അവരുടെ മുന്നിൽ വന്നു വിടുന്നത് അക്കാലത്താണ്. ദുരൂഹതകൾ നിറഞ്ഞ വഴികളിലൂടെയാണ് KGS ഈവനിങ്സിന്റെ യാത്ര തുടരുന്നത്. ഞങ്ങൾ ഈ അന്വേഷണം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ആൻസി വർഗീസിന്റെ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട പോലീസും മുഖ്യമന്ത്രിയും ഇടപെട്ട ആ കേസുമായി ബന്ധപ്പെട്ട വഴികളിലൂടെയാണ്. ഞങ്ങൾ ചെന്ന് നിന്നത് ആദിത്യ ഗ്രൂപ്പിന്റെയും കോടനാട് ഫ്ളാറ്റിന്റെയും മുമ്പിലാണ്. ഈ അന്വേഷണത്തിന് കാരണക്കാരിയായത് ആൻസി വർഗീസ് എന്ന ധീരയായ സ്ത്രീയാണ്. അവരെ കാരണമാണ് ഈ കോടനാട് ഗണി പുറത്തേക്ക് വരുന്നത്. ഇനി നമുക്ക് അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് KGS ഈവനിങ്സ് തുടരാം.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആൻസി വർഗീസ്. എന്റെ മനസ്സിലെ സങ്കടവും വേദനയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങളുടെ സിമ്പതി നേടാനായിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. KGS ഈവനിങ്സിന്റെ ഈ ഫ്ലോറിൽ ആൻസി വർഗീസ് വന്നിരിക്കണമെങ്കിൽ അതിനൊരു പ്രധാന കാരണം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ സാറ് വിളിച്ചു പറയുന്ന സത്യങ്ങൾ ശ്രദ്ധിക്കാതെ മാറിപ്പോവാൻ നിങ്ങൾക്ക് ആർക്കും പറ്റാറില്ല അല്ലേ? എന്നെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. നാട്ടുകാര്, മീഡിയ, സത്യവും അസത്യവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ KGS ഈവനിങ്സിന്റെ ഈ ഫ്ലോറിൽ സത്യം മാത്രമേ എന്റെ നാട്ടിലുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഇരിക്കാനുള്ള ധൈര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് മാത്രം. എന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഒരു വീഡിയോ അത് ഞാനല്ല എന്ന് തെളിയിക്കാനായിട്ട് ഞാനന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോ എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു പിന്മാറണമെന്ന്. ആ വീഡിയോയിലുള്ളത് ഞാൻ തന്നെയാണെന്ന് റിപ്പോർട്ട് വന്നു. അതിനുശേഷം എന്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തോടെ ഇത്? പക്ഷെ സീഡാക്കിലെ റിസൾട്ട് തിരുത്തിയതും ഞാൻ ഇനി അകത്ത് കിടക്കേണ്ടി വരൂ. മുഖ്യമന്ത്രിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ ആൻസി വർഗീസിനെ ഒരു ശത്രുവാക്കി മാറ്റിയതും എല്ലാം എന്റെ ഭർത്താവായിട്ടുള്ള അനന്തകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും അവരുടെ മരുമകനുമായിട്ടുള്ള ഒരാള് അവരാ. ഞാൻ പേഴ്ചു പോയിട്ടുള്ളൊരു സ്ത്രീയാണെന്ന് എന്റെ ഭർത്താവിനെ കൂടെ ബോധ്യപ്പെടുത്താനായിട്ട് ആ സീഡാക്കിലെ റിസൾട്ട് അവർ ഉപയോഗപ്പെടുത്തി. ഞാനിപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് എന്റെ ഈ ഒരു വിഷയം മാത്രമല്ല. KGS ഈവനിങ്സിന്റെ കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങിയ ഒരു ഫ്ലാറ്റ് സമുച്ചയമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ട്. ഈ കോടനാട് കെണി എന്ന പേരിൽ നിങ്ങൾ ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസ്. ആ കോടനാട് കെണി എന്ന ഈ കേസും എന്റെ ഈ വീഡിയോ കേസും ഇതിപ്പോ ഒരേപോലുള്ള ഒരേ ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. എന്റെ പേരിൽ വന്നിരിക്കുന്ന ഈ വ്യാജ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അനന്തുവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളാണെന്ന് ഞാൻ ആദ്യമേ വിശ്വസിച്ചാണ്. ഞാൻ കൊടുത്ത എല്ലാ കംപ്ലൈന്റ്സും അതുണ്ട്. ആ വീഡിയോയുടെ ഉറവിടം ആദിത്യ ഗ്രൂപ്പ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാണ്. CSS പറഞ്ഞ സെൻട്രൽ ഏജൻസിയിൽ അതൊരു വ്യാജ വീഡിയോ ആണെന്ന് തെളിയിക്കാനുള്ള എന്റെ ശ്രമം. മാഡം എല്ലാം ഓക്കെ. ഊമപ്പെണ്ണ് റെഡി. പോയാൽ ഇനി 1 മണിക്കൂർ KGSനെ അവളെ പോലീസ് റെയ്ഡിൽ പൊക്കും. കൂടെ ആൻസിയം ആ കൊച്ചാപ്പനെ. ഇയാൾ ആരെയും പൊക്കൊന്നും വേണ്ട. ഇന്നത്തെ KGS ഈവനിങ്സ് എടുത്തു നോക്ക്. ആരാരെയാ പൂട്ടുന്നെന്ന് അപ്പൊ കാണാം. നിങ്ങൾ ഫോൺ വെച്ചേ. ഏയ് 3 ദശാബ്ദക്കാലത്തോളം ദുബായിൽ ബിസിനസ്സുകാരനായിരുന്ന പാലിയേക്കൽ ലാസർ മകൻ വിൻസെന്റ് അവരുടെ മുന്നിൽ വന്നു വിടുന്നത് അക്കാലത്താണ്. തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോയി തന്റേതായ ഒരു ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ആദിത്യ ഗ്രൂപ്പിന്റെ MD ആയ ആ സ്ത്രീയെ സമീപിക്കുന്നത്. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഈ കോടനാട് കേസും ആൻസി വർഗീസിന്റെ വ്യാജ വീഡിയോയുമായുള്ള ബന്ധം എന്താണെന്ന്. സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 വിഷയങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണിപ്പോ. KGS ഈവനിങ്സ് അധികാരികളുടെ മുന്നിൽ ആവശ്യപ്പെടുന്നത് 1-2 കാര്യങ്ങളാണ്. ഈ കോടനാട് കേസിൽ ഒളിഞ്ഞു കിടക്കുന്ന വിൻസെന്റ് എന്ന സാധു മനുഷ്യന്റെ തിരോധാനം, അല്ലെങ്കിൽ അയാളുടെ മരണം. അയാൾ കൊല്ലപ്പെട്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുക. എറണാകുളത്തെ ഫ്ളാറ്റിൽ അയാളെ സ്ത്രീ പീഡന കേസിൽ കുടുക്കിയ സ്ത്രീ ആരാണെന്ന് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം. കോടനാട് കേസിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ ചീഫ് സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതലയുള്ള ജില്ലാ കളക്ടറുടെയോ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കണമെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക. പണം കൊണ്ടും അധികാര സ്വാധീനം കൊണ്ടും കേസ് തേച്ചുമാച്ചു കളയാൻ ആര് ശ്രമിച്ചാലും KGS ഈവനിങ്സ് അതിന് ഇട കൊടുക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കേസിൽ ഞങ്ങൾക്ക് വഴിയൊരുക്കി തന്ന ആൻസി വർഗീസ് എന്ന ധീരയായ വനിതയ്ക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് KGS ഈവനിങ്സിന്റെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നു. KG സുബ്രഹ്മണ്യർ സൈനിങ് ഓഫ്. See you in the next chapter. Bye. എടാ ഋഷി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അയാൾ പോകുന്ന വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. അയാളുടെ വാക്കുകളിലെല്ലാം കിടപ്പുണ്ട്. കോടനാട് കേസും പരീക്ഷ കേസും നിന്റെ അവിഹിതവും എല്ലാം. എടാ അയാളെല്ലാം ഓരോ ഫയലിൽ കൊണ്ടുവന്നിരിക്കുക. അതിനാ അയാൾ അവളെ ഇറക്കിയത്. നീ എന്താ വിചാരിച്ചത്? കൊച്ചുങ്ങളുടെ കാര്യം പറഞ്ഞ് അവളൊന്ന് കാല് പിടിക്കുമെന്ന്? എടാ ഒരു സാധാരണ പെണ്ണാണ് ആൻസിയെങ്കിൽ അവളത് ചെയ്തേനെ. നിന്റെ കാല് കഴുകി വെള്ളം കുടിച്ചേനെ. എടാ അവളൊരു അസാധാരണ പെണ്ണാണെന്ന് നീ എന്താ ഓർക്കാത്തെ? എടാ KGSനെ പോലൊരാൾ അവളുടെ കൂടെ കൂടണമെങ്കിൽ KGS അവൾക്കിട്ട മാർക്ക് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്.
ഇപ്പൊ മനസ്സിലായല്ലോ കോടനാട് കെണിയിൽ നമ്മുടെ പരീക്ഷാ കേസ് മുങ്ങില്ലെന്ന്. കണ്ടോ കണ്ടോ നീ ലോക്ക് ചെയ്തില്ലേ? വിളി പറഞ്ഞ കണ്ടോ? എടുക്ക് എടുക്ക്, വിളി പറഞ്ഞിട്ടില്ലേ? ആൻസർ കൊടുക്ക്, എടുക്കടാ. മോൻസി, നീ അങ്ങനെ പറയരുത്. പരീക്ഷാ കേസിൽ മുന്നിൽ നിന്ന നീയല്ലേ? നാളെ മന്ത്രിയോ മറ്റേതാവും. വിദ്യാഭ്യാസം അണ്ണാക്കോട് തള്ളിക്കയറ്റും. നീയൊക്കെയല്ലേ പ്രസംഗിച്ചത്? എടാ എടാ, പരീക്ഷാ കേസ് മാത്രമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇത് ഇത് നീ ഒറ്റ ഒരുത്തം കാരണമാ. നീ ഒറ്റ ഒരുത്തം കാരണം. നീ നീ ഒതുങ്ങണമായിരുന്നു. അവള് നിന്റെ സ്റ്റാഫ് അല്ലായിരുന്നു. കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമായിരുന്നു. എല്ലാം മുങ്ങി വരും. ആ പെണ്ണിനെ പഴപ്പിച്ചതും പരീക്ഷാ കേസും എല്ലാം എല്ലാം ഈ കോടനാട് കണിയിൽ പെടും. ഉറപ്പാ. മോൻസി, നീ എന്തെങ്കിലും ഒരു പരിഹാരം പറ. എടാ, നിന്റെ ഈ കേസിൽ ഒരു പരിഹാരവും ഞാൻ കാണുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? മുഖ്യമന്ത്രിയോട് പറയണോ? ഋഷികുമാർ നല്ലവനാണ്, നല്ല രീതിയിൽ പരീക്ഷ എഴുതിയവനാണ്, പീഡന വീരനല്ല. എടാ, നീ ഒരു സർട്ടിഫിക്കറ്റ് തായെങ്കിൽ നീ ഇറങ്ങിയ ഋഷി. ഇനി നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് എനിക്ക് ശരിയാവില്ല. നീ എന്താ ഈ പറയുന്നേ? അതെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഒരു പൊളിറ്റിക്കൽ കരിയർ ഉണ്ടാക്കിയത്. എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. എടാ, നിന്റെ കൂടെ നിന്നാ ഞാൻ കൂടെ മുങ്ങും. ഇറങ്ങ പ്ലീസ്. പറയുന്ന കേക്ക് ഋഷി. ഋഷി ഇറങ്ങ്, ഞാൻ വിളിച്ചോളാം. എടാ, നമ്മൾ രണ്ടും കൂടെ യാത്ര ചെയ്തത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. KGSന്റെ ഒളിക്യാമറ നമ്മുടെ പിന്നാലെ ഉണ്ടാവും. ഇറങ്ങ പ്ലീസ് പ്ലീസ്. വേണ്ട, ഇറങ്ങടാ. പറയുന്ന മനസ്സിലാക്ക്. ഇറങ്ങ ഋഷി, ഇറങ്ങ. ഇറങ്ങടാ പ്ലീസ്, ഇറങ്ങ. വണ്ടിയെടു. സർ, ഗസ്റ്റ് ഹൗസിലേക്കാണോ പോകേണ്ടത്? വേണ്ട വേണ്ട, മസ്കറ്റ് ഹോട്ടലിലേക്ക് വിട്. സാറേ, സാറിപ്പോ എവിടെയാ? ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യാ. ആലത്തൂരോ? നാട്ടിൽ പോയോ സാറ്? സാറൊന്ന് പെട്ടെന്ന് വരുവോ? ഇന്ന് KGS ഈവനിങ്സ് കണ്ടായിരുന്നോ? സാറൊന്ന് നോക്കിയേ, ആകെ കുഴപ്പം ഇവിടെ. അതെ, ആ ആൻസി വർഗീസ് KGSന്റെ പ്രോഗ്രാമിലെ കുറെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സാറേ, സാർ ഇന്ന് തന്നെ ഒന്ന് പുറപ്പെടുവോ? ആ ശരി സാർ. ചിത്രജി, അവൾ ആകപ്പാടെ കുഴപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഇതാരുടെ ബുദ്ധിയാ? ഈ കോടനാട് കേസും അവളുടെ അവിഹിത വീഡിയോ കേസും എങ്ങനെ ഒന്നാവുന്നേ? ഇത് അയാളുടെ ബുദ്ധിയാ. ഇതൊക്കെ ആകെ കുഴപ്പത്തിലേക്ക് അനന്ത പോകുന്നത്. ആ നാശം പിടിച്ചവൾ അന്നേ ഇല്ലാതാക്കേണ്ടതായിരുന്നു. അനന്തൻ ഒറ്റ ഒരുത്തിന് അത് വഷളാക്കിയത്. നീ കാരണം ഈ കുടുംബത്തിൽ ഇനി കൂട്ട ആത്മഹത്യക്കുള്ള വഴിയാ. ചിത്രേച്ച് കിടന്നിങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ? അവള് സോഷ്യൽ മീഡിയയിൽ വലിയ റാണിയല്ലേ. അവള് വിളിച്ചു പറഞ്ഞ നാട്ടുകാരെങ്കിലും വിശ്വസിക്കോ? ഇതിന് നിയമവും വഴിയൊക്കെ ഇല്ലേ? ഇതിന്റെ കൗണ്ടർ എന്താ വേണ്ടതെന്ന് നമ്മുടെ സേതുപതി വക്കീലിന് അറിയാം. അങ്ങേര് നോക്കിക്കോളും. അനന്ത, നീ അങ്ങനെ പറയരുത്. നിസ്സാര കാര്യമല്ല ഇതൊന്നും. എവിടെയോ കിടന്ന ഒരു വിൻസെന്റിന്റെ കൊലപാതകം ഇപ്പോ നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കാൻ നോക്കുക. ചിത്രേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അടിയന്തര പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടെന്ന് ആ പത്രക്കാരൻ രമേശ് പറഞ്ഞതാ. പ്രസ് മീറ്റോ? ആ, നീ ഒന്ന് വിളിച്ചു നോക്ക്. അനന്ത, ആകെ പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം ഏട്ടാ? അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിച്ചേ പറ്റൂ. അനന്ത, സംഗതി സീരിയസാ. ഈ കൊലപാതകവും ചീറ്റിങ്ങും എല്ലാം സത്യമാ, നടന്നതാ. ആദി, നിങ്ങളിങ്ങ് വന്നേ. ആദി,
എന്തു പറ്റി വഴിയില്? വീട്ടിലോട്ടാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ നിന്നാ ഓട്ടോ ഒന്നും കിട്ടില്ല. വേണമെങ്കിൽ വന്ന് കയറ്. നീ മാറ്, ഞാൻ ഓടിക്കാം. വേണ്ട. മാറടി. ഇങ്ങനെയാണോ വണ്ടി എടുക്കുന്നേ? നിന്റെ വണ്ടി നശിപ്പിക്കുന്ന പോലെ വേണ്ട. എന്റെ ജീവിതവും നശിപ്പിച്ചു. ഇപ്പോ നീ നശിപ്പിച്ച ഓരോരുത്തരുടെ ലിസ്റ്റേ ഞാൻ എടുത്തോണ്ടിരിക്കുക. നീ കാരണം ഞാനാ നശിച്ചത്. എന്റെ കരിയർ പോയി നീ കാരണം. ചില പെണ്ണുങ്ങൾ അടുത്തൂടെ പോയാൽ മതി, പിന്നെ നാശമായിരിക്കും. നിന്നെ കണ്ട അന്ന് തുടങ്ങിയതാ എന്റെ ഗതികേട്. ഞാൻ കാരണമാണോ നീ ഗതികെട്ടത്? ആണോ? എനിക്ക് വേണ്ടിയാണോ നീ ഹിമ കളക്ഷൻസ് ഒക്കെ തുടങ്ങിയത്? അല്ലല്ലോ. ഈ ആൻസി വർഗീസിനടുത്ത് സ്റ്റാഫ് ആക്കിയത് ഞാൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. എന്റെ ചിറ്റപ്പന്റെ ഭാര്യയാണ് ആൻസി വർഗീസ് അറിഞ്ഞിട്ടാണോ നീ അവരെ വലിയ ഡിസൈനർ ആക്കിയത്? ആണോ? എന്റെ അനുവാദം വാങ്ങിയിട്ടാണോ? അല്ലല്ലോ. പിന്നെ ഈ പ്രിയ എന്ന് പറയുന്ന പാവത്തിന് നീ എന്തെല്ലാം മോഹങ്ങൾ കൊടുത്തു. കല്യാണം കഴിക്കാന്ന് ഓഫർ വരെ കൊടുത്തു. എവിടെല്ലാം കൊണ്ട് നടന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ? ആണോ ഋഷിമോനെ? ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയപ്പോ അതിന്റെ കുഞ്ഞിനെയും അവളെയും കൂടി നീ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? നിവർത്തിയില്ലാതെ വന്നപ്പോ അവൾക്ക് വേറെ ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാന്നും പറഞ്ഞു പറ്റിച്ചു. ഇതൊന്നും നീ എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ, ആണോ? അവരുടെ റിലേറ്റീവ് ദേവതയെ കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിലടച്ചത് ഈ പല്ലവി പറഞ്ഞിട്ടാണോ? ആണോ? എന്നിട്ടും തീർന്നില്ലല്ലോ നിന്റെ യൂണിവേഴ്സിറ്റി പരീക്ഷ. നീയും ഞാനും ഒരുമിച്ചാണേ പരീക്ഷ എഴുതിയേ, അല്ലേ? ആ സർട്ടിഫിക്കറ്റ് തിരുമറി നടത്താനും റാങ്ക് സമ്പാദിക്കാനും നിനക്ക് അവസരം ഉണ്ടാക്കുന്നത് ഞാനാണോ? അല്ലല്ലോ. ഇപ്പൊ നീ ആ കേസ് ഒതുക്കാൻ വേണ്ടി നിന്റെ കൂട്ടുപ്രതി ഫ്രണ്ട് ആ MLA അയാളെ സ്വാധീനിച്ചു കൊണ്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. ഋഷി, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു വീട്ടിൽ നിൽക്കണ്ട, പൊക്കോളാൻ. ലീഗലി മൂവ് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും നിനക്ക് ഞാൻ അവസരം തന്നതല്ലേ? ഇപ്പൊ എന്റെ വീട്ടിൽ നീ എന്റെ ഭർത്താവല്ല, എന്റെ അമ്മയുടെ മകനാ. ആ അധികാരവും സ്ഥാനവും ഒക്കെ ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നല്ലോ, ആണോ? എല്ലാം നീ തന്നെ ചെയ്തതല്ലേ? അപ്പോ ആദിത്യ ഗ്രൂപ്പിൽ വന്നു പെടേണ്ടത് നിന്റെ വിധിയാ. എന്നോട് ചെയ്തതിനും ആ പാവം പ്രിയോട് ചെയ്തതിനും നീ ആൻസർ കൊടുക്കേണ്ടി വരും. കൊടുത്തേ പറ്റൂ ഋഷി. എന്ത് ആൻസറാണ് ഞാൻ കൊടുക്കേണ്ടത്? ആർക്കാ കൊടുക്കേണ്ടത്? എടി, ഋഷി അന്നും ഇന്നും ഒറ്റയ്ക്ക. നീ പറഞ്ഞ തട്ടിപ്പിലും അവിഹിതത്തിലും എല്ലാം ഋഷി ഒറ്റയ്ക്ക് തന്നെ. ഒറ്റയ്ക്ക് ഇത് നേരിടാനുള്ള ശക്തി ഋഷിക്കുണ്ട്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് കൊടുങ്ങത്തില്ല. നിന്റെ കുടുംബം മൊത്തത്തിൽ കൊണ്ടുപോയി ഞാൻ. കണ്ടില്ലേ നിന്റെ പേരൻസ് പെട്ടിരിക്കുന്നത്? നിന്നെ പ്രസവിച്ച ആ തള്ള എന്ത് സ്ത്രീയാടി? അവര് കാരണം ആ മൊത്തം നശിക്കുന്നത്, അല്ലാതെ ഞാനല്ല. കോടനാടും ദുബൈയിലും ഒക്കെ ബിസിനസ് നടത്തി നാട്ടുകാരെ പറ്റിച്ചത് ആരാ? നിന്റെ മമ്മിയും നിന്റെ പപ്പയും. ആ പാവം പിടിച്ചൊരു വിൻസെന്റിന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് അയാളെയും കൊന്നു, അയാളെ പെണ്ണുമുള്ളയും കൊന്നു. ആ കേസാണ് ഇപ്പൊ പൊങ്ങി വരാൻ പോകുന്നത്. നിന്റെ മമ്മി കോടനാട് കെണിച്ചെന്ന് പെട്ടതേ ഈ ഋഷി പറഞ്ഞിട്ടാണോ? ആണോ? അതിന് ആൻസർ ആദ്യം നീ പറ. അവരുടെ വിത്തല്ലേ നീയും? ഫ്രോഡ് കേസുകള്. ആ സ്ത്രീയുടെ വയറ്റിൽ പറഞ്ഞല്ലേ നീയും? ഇതിലൊക്കെ പെട്ടത് ഈ ഞാനും. 10-12 വർഷം മുമ്പ് ഞാനാ നിന്റെ കെണിയിൽ വീണത്. ആ ആൻസി കുഞ്ഞമ്മ. മോളെ, പല്ലവി വീട്ടിലെത്തിയോ? ഇല്ല കുഞ്ഞമ്മ, ഞാൻ വീട്ടിലെത്തിയില്ല. വഴിയിൽ ഒരാളെ കണ്ടു, എന്റെ പഴയ ഭർത്താവിനെ. പഴയ ഭർത്താവ് ഋഷിയോ? ആ MLAയുടെ വണ്ടിയിൽ കൊണ്ടുനടക്കല്ലായിരുന്നോ? വാർത്ത വന്നപ്പോ വഴി ഇറക്കി വിട്ടു തോന്നുന്നു. വഴിയില് പുതിയ പദ്ധതി ആലോചിച്ച് നിപ്പണ്ടായിരുന്നു. എടി, അവളും കേജീസും പറഞ്ഞാണോ നീ എന്റെ പിന്നാലെ കൂടിയേക്കുന്നത്? ഞാൻ എന്തിനാ നിന്റെ പിന്നാലെ കൂടുന്നത്? അതിന് പോലീസ് ഉണ്ടല്ലോ, ഇനി അവരാ വരാൻ പോകുന്നത്. ആ മെസ്സേജ് ഒക്കെ വന്നെന്നറിയാ. ആൻസി വർഗീസിന് കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ ഒന്ന് കാണണം നീ. ആ കുഞ്ഞമ്മ, ഋഷി എല്ലാം കേൾക്കുന്നുണ്ട്.
പല്ലവി ഋഷിയുടെ ഒന്ന് ഫോൺ കൊടുത്തേ. അവൻ വണ്ടി ഓടിക്കോ കുഞ്ഞമ്മ. മോളെ അവനോട് നീ വണ്ടി നിർത്താൻ പറ. നീ ആ ഫോൺ ഒന്ന് കൊടുത്തേ. ഋഷി ആ വണ്ടി ഒന്ന് നിർത്തിക്കേ. കുഞ്ഞമ്മക്ക് എന്തോ സംസാരിക്കണമെന്ന്. എന്ത് സംസാരിക്കാൻ? നീ വണ്ടി നിർത്ത്. നിന്റെ പഴയ സ്റ്റാഫ് അല്ലേ? പറയാനുള്ളതല്ല ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞതാ. നീ എന്നെ അങ്ങേ അറ്റം കൊണ്ടെത്തിച്ചേക്കുവാ. നീ പ്രസവിച്ച നിന്റെ 2 ജീവനില്ലേ, അതെടുത്തിട്ടേ ഞാൻ പോവും. ചുമ്മാ ബഹളം വെക്കാതെ ഋഷി. നിന്റെ ഭീഷണിയിലൊന്നും ഇനി ഒരു കാര്യം നടക്കത്തില്ല, മനസ്സിലായോ? നീ എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊട്, അപ്പ കാണാൻ എന്താ വരാൻ പോകുന്നത്. ഒന്നാമത് നിനക്ക് അതിനുള്ള ധൈര്യമില്ല. നിനക്കും നിന്റെ ചിത്ര അമ്മയ്ക്കും അതിനുള്ള ധൈര്യമില്ല. പിന്നെ നീ 24 മണിക്കൂർ കൊണ്ടു നടക്കുന്ന ഒരു ഫ്രോഡ് ഉണ്ടല്ലോ, പന്തള ബേബി. അവൻ തന്നെ നിനക്കുള്ള കുഴി വെട്ടി വെച്ചിട്ടുണ്ട്, അറിയോ നിനക്ക്? നീ അവിടെ ചെന്ന് വീട്, അപ്പോഴേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തെങ്ങാൻ തൊട്ട അപ്പ അറിയും നീ ആൻസി വർഗീസ് എന്നുള്ള സ്ത്രീയുടെ ശക്തി, മനസ്സിലായോ? നീ പല്ലവിയുടെ കയ്യിലെ ഫോൺ കൊടുത്തേ. കൊടുക്ക. ദാ, ആ കുഞ്ഞമ്മ. മോളെ പല്ലവി ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. അവൻ ആദ്യം എങ്ങോട്ടാ പോകുന്നെന്ന് നോക്ക്. എന്റെ മക്കളുടെ അടുത്തേക്ക് എങ്ങാനും ആണെങ്കിൽ നീ ഒന്ന് കൂടെ ചെല്ലണം. അത് ഞാൻ പൊക്കോളാം കുഞ്ഞമ്മ. കുഞ്ഞമ്മ ധൈര്യമായിട്ടിരുന്നാ മതി. ശരി മോളെ. അപ്പൊ നീയും KGS അവളും കൂടി നിന്ന് ഒരുമിച്ചുണ്ടാക്കിയാണല്ലേ ഇന്നത്തെ KGS ഈവനിങ്സ്? അതെ, ഒരുമിച്ച് തന്നെയായിരുന്നു. ഞാനിപ്പോ അവിടുന്ന് വരുന്ന വഴിയാ. ഇനി എന്തൊക്കെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത് നേരിട്ട് കാണണ്ടേ? ചില്ലറ പോകുമ്പോ അവിടെ പൊട്ടില്ല. തെരഞ്ഞെടുപ്പിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോടനാട് കെണി വീണ്ടും ജനശ്രദ്ധയിലേക്ക്. 17 വർഷങ്ങൾക്ക് മുൻപ് കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കോടനാട് ഭൂമി തട്ടിപ്പും നിർമ്മാണ മേഖലയിലെ അഴിമതിയുടെയും കഥകൾ. കേരളത്തിലും വിദേശത്തും തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം ഉറപ്പിച്ച ആദിത്യ ബിൽഡേഴ്സിന്റെ പേരിൽ നിരവധി അഴിമതി കഥകളാണ് പുറത്തുവന്നത്.